വെറും 5 മിനിറ്റ് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോയിങ് സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ പഠിക്കണോ? എക്സാക്ട്ലി ആ കാര്യം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള കമ്പനി സ്ക്രീൻ ചെയ്തെടുക്കാനും ആ സ്ക്രീനിൽ കിട്ടിയ സ്റ്റോക്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മൾ ലൈവ് ഡെമോ വെച്ചിട്ടായിരിക്കും നോക്കാൻ പോകുന്നത്. ഇതിനൊരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ സ്കാനക്സ് പ്ലാറ്റ്ഫോമാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നതെങ്കിലും ആക്ച്വലി ഞങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞങ്ങൾ സ്റ്റോക്സ് സ്ക്രീൻ ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ്. എന്ന് മാത്രമല്ല ഈ ദന്നിന്റെ സ്കാനക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കാനക്സ് എന്ന് പറഞ്ഞ സ്ക്രീനർ പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ സ്ക്രീൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി പ്രീസെറ്റിലുള്ള സ്ക്രീനേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് വന്ന സ്റ്റോക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. മിഡ് ക്യാപ്പിൽ ഏറ്റവും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കമ്പനീസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിനും പൊട്ടൻഷ്യൽ മൾട്ടി ബാഗേഴ്സിനുള്ള കുറേ സ്ക്രീനേഴ്സ് ഉണ്ട്. ഇനി നമ്മളിവിടെ ഇതൊന്നും അല്ല ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ഐഡിയ പ്രകാരം ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് സ്ക്രീനർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഒരു സ്ക്രീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പം അലക്സ് ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമൈസ് സ്ക്രീനിൽ ഞാൻ എന്തൊക്കെയാണ് സ്ക്രീൻ ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ നിഫ്റ്റി 500 വരുന്ന സ്റ്റോക്സ് മാത്രമേ എൻ്റെ യൂണിവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒബ്വിയസ്ലി എനിക്ക് എല്ലാ ഇന്ത്യയിലുള്ള സ്റ്റോക്സും ഇവിടെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഫ്റ്റി 500 വരുന്ന ടോപ്പ് 500 കമ്പനീസിന് താഴെ വരുന്ന സ്റ്റോക്സ് അത്രയും ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അല്ല. അതായത് ഞാൻ വാങ്ങിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് വെക്കേണ്ട സമയത്ത് ചിലപ്പോൾ വിൽക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് നേരിടാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ടോപ്പ് 500 സ്റ്റോക്സിൽ മാത്രം ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം അത് താഴേക്ക് വേണമാക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിഫ്റ്റി 500 പകരം നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് 750 സ്റ്റോക്സ് ആയിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സ്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ മൊത്തം ഫിൽറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്സും കിട്ടും. നോട്ട് അഡ്വൈസബിൾ ദോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ നിഫ്റ്റി 500 എല്ലാ സ്റ്റോക്സും ഹൈ ഗ്രോത്ത് ആയിരിക്കുമോ? അല്ല. എന്ന് മാത്രമല്ല ഓരോ സ്റ്റോക്സും ഹൈ ഗ്രോത്ത് ആണോ പോയി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, നമുക്ക് ആ 500 ഏറ്റവും ഹൈ റവന്യൂ ഗ്രോത്ത് ഉള്ള സ്റ്റോക്സ് ഇവിടെ സ്ക്രീൻ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്ക്രീൻ വരുന്ന അതാണ്. റവന്യൂ ഗ്രോത്ത് 3 ഇയറിലെയാണ് നോക്കുന്നത്. 3 ഇയറിലെ CAGR റവന്യൂ ഗ്രോത്ത് മിനിമം 10% ഉണ്ടാവണമെന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി 10% നിങ്ങൾക്ക് വേണം 12%, 15% ഒക്കെ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. 10% ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ GDP ഗ്രോത്ത് നോമിനലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 11-12% ആണ്. അപ്പോൾ മിനിമം അത്രയെങ്കിലും ഉണ്ടാവണമല്ലോ ഒരു നല്ല കമ്പനി ആണെങ്കിൽ. അപ്പോൾ ആ ഒരു ലോജിക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് GDP ഗ്രോത്ത് ഞാൻ നോമിനലാണ് കൂട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മൾ 5-6% എന്ന് പറയുന്ന റിയൽ GDP ഗ്രോത്ത് ആണ്. അതായത് ഇൻഫ്ലേഷൻ മൈനസ് ചെയ്തിട്ടുള്ള GDP ഗ്രോത്ത് ആണ്. പക്ഷേ നമ്മളിവിടെ കമ്പനീസിൻ്റെ മിനിമം ആ ഒരു നോമിനൽ GDPൻ്റെ അത്ര തന്നെ വേണമെന്നാണ്. ഇപ്പോൾ വേണമെങ്കിൽ 12% കൂട്ടാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് റവന്യൂ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, പ്രോഫിറ്റും വേണ്ടേ. അപ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ EPS ഗ്രോത്ത് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. പെർ ഷെയർ നമ്മളൊരു ഷെയറാണ് വാങ്ങുന്നത്, നമുക്ക് കിട്ടുന്ന ഏർണിംഗ്സ് എത്ര ഗ്രോ ചെയ്തിട്ടുണ്ട് ഓവർ 3 ഇയേഴ്സ്. അപ്പോൾ വീണ്ടും അവിടെ മിനിമം 10% ഗ്രോ ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്സ് മാത്രമേ ഈ സ്ക്രീനിൽ വരുള്ളൂ, ബാക്കി എല്ലാത്തിനും നമ്മൾ പുറത്താക്കും. പിന്നെ ഡെറ്റ് ഇക്വിറ്റി. അപ്പോൾ ഈ ഡെറ്റ് ഇക്വിറ്റി എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ വീഡിയോ കാണണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് എത്ര ലോൺ ഉണ്ട് വേഴ്സസ് കമ്പനിക്ക് എത്ര നെറ്റ് വേർത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു റേഷ്യോ നമുക്ക് <1 മതി. <1 എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ലോണ് അതിൻ്റെ നെറ്റ് വർത്തിനേക്കാളും കുറവാണ്. >1 ആണെങ്കിൽ കമ്പനിയുടെ ലോൺ അതിൻ്റെ നെറ്റ് വർത്തിനേക്കാളും കൂടുതലായിരിക്കും. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ നെറ്റ് വർത്ത് വെച്ചിട്ട് ഈ ലോൺ അടച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 to 1 ഇടയിലാണെന്നുള്ള കാര്യം ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹൈ റിസ്ക് ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണം 1.5 വരെ പോവാം, പക്ഷേ നോട്ട് അഡ്വൈസബിൾ. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ച സ്ക്രീനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ പുറത്ത് വരാൻ പോകുന്ന സ്റ്റോക്സ് റവന്യൂ ഗ്രോത്ത് നല്ല ഉള്ള സ്റ്റോക്സേ ഉള്ളൂ ലാസ്റ്റ് 3 ഇയേഴ്സിൽ. പ്രോഫിറ്റ് ഗ്രോത്ത് നല്ലുള്ള സ്റ്റോക്സേ ഉള്ളൂ. അതല്ലാത്ത അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെ പ്രോഫിറ്റ് ഭയങ്കര കുറവുള്ള സ്റ്റോക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു. മാത്രമല്ല നല്ല ക്വാളിറ്റി സ്റ്റോക്സേ ഉള്ളൂ. കാരണം ഓവർ ലോണുള്ള ഓവർ ലെവറേജ്ഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഒന്നും നമ്മുടെ ഇതിലില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഭയങ്കര ഹൈ ഗ്രോത്ത് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പൈസ ഉണ്ടാക്കി തരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് ഉണ്ടാവും ഭയങ്കര ഹൈ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷേ അതേസമയം അതിൻ്റെ വാല്യുവേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ വാല്യുവേഷൻ ഏറ്റവും സിമ്പിളായി ഉപയോഗിക്കുന്ന മെട്രിക്കാണ് PE റേഷ്യോ. ഈ PE റേഷ്യോ എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ കാണുന്നത് വളരെ നല്ലതായിരിക്കും. അത് കണ്ടിട്ട് ഇവിടെ വരുന്നതായിരിക്കും നല്ലത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷനാണ് കാണിക്കുന്നത്. ഒരു PE റേഷ്യോ ഒരു 50 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കമ്പനിയുടെ ₹1 ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ₹50 കൊടുക്കുന്ന പോലെയാണ്. എന്നാൽ ഒരു കമ്പനിയുടെ PE റേഷ്യോ കുറച്ച് കുറവാണ്, ഫോർ എക്സാമ്പിൾ 10 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ₹1 ഏർണിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ₹10 കൊടുത്താൽ മതിയോ. ഈ മനസ്സിലാക്കേണ്ട കാര്യം, ഈ PE റേഷ്യോ ഓരോ സെക്ടറിന് അഥവാ ഓരോ ഇൻഡസ്ട്രിക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ഹൈ ഗ്രോത്ത് ഇൻഡസ്ട്രിക്കൊക്കെ നിങ്ങൾ നല്ല ഹൈ PE റേഷ്യോ തന്നെ കൊടുക്കേണ്ടി വരും, അല്ലാതെ ലോ PE റേഷ്യോന് ഒരു സ്റ്റോക്ക് പോലും ഉണ്ടാവില്ല. എന്നാൽ കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെതായ കുറച്ചുകൂടി കുറവുള്ളൊരു PE റേഷ്യോ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു PE റേഷ്യോ ഒരു കമ്പനിയെ നോക്കുമ്പോൾ വിത്തിൻ ദാറ്റ്
സെക്ടർ അത് കൂടുതലാണോ കുറവാണോ നോക്കേണ്ടത്. നമുക്കെപ്പോഴും വേണ്ടത് വിത്തിൻ എ സെക്ടർ കുറച്ചും കൂടി കുറവുള്ള ഒരു പി റേഷ്യോ ഉള്ള കമ്പനിയാണ്. അതാണ് കുറച്ചുകൂടി അണ്ടർ വാല്യൂഡ്. അങ്ങനത്തെ കമ്പനീസ് വായിച്ചാലേ നിങ്ങൾ പൈസ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ കമ്പനി പ്രോഫിറ്റും ഗ്രോത്തും ഉണ്ടാക്കും, പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി പൈസ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഈ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് P/സെക്ടർ P എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് വേണ്ടത് സെക്ടർ P, ആ ഇൻഡസ്ട്രിയുടെ Pനേക്കാളും കുറവുള്ള P ഉള്ള കമ്പനീസാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ മുകളിലുള്ള പീസ് എനിക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു മെട്രിക് കൂടി ഇൻക്ലൂഡ് ചെയ്തോടെ നമ്മൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെ ആയിരിക്കും നമ്മൾ സ്ക്രീൻ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക്കാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതായത് ഈ കമ്പനി 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ എത്ര പൈസയാണ് അത് തിരിച്ചുണ്ടാക്കുന്നത്. മിനിമം 10% തിരിച്ചുണ്ടാക്കണം. അതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. വീണ്ടും അറിയില്ലെങ്കിൽ ആ ഫണ്ടമെന്റൽ അനാലിസിസ് വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ 10% റിട്ടേൺസ് ഉണ്ടാക്കുന്ന കമ്പനി മാത്രം എനിക്ക് മതി. അതിൽ കുറവുള്ള കമ്പനീസ് എനിക്ക് വേണ്ട. അപ്പോൾ ഇത്രയും സ്ക്രീൻസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എത്ര കമ്പനീസാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ 500 സ്റ്റോക്സിൽ നിന്ന് വെറും 36 കമ്പനീസാണ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 36 കമ്പനീസേ ഇന്ത്യയിലുള്ളൂ ഈ 500 സ്റ്റോക്സിൽ ആക്ച്വലി ഗ്രോത്തും ഉള്ളത്, നല്ല ക്വാളിറ്റി ഉള്ളത്, അതേസമയം കുറച്ചെങ്കിലും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു സ്റ്റോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒബ്വിയസ്ലി നിങ്ങൾ ഈ 100% ഇതേ സ്ക്രീൻ ഉപയോഗിക്കണം ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലൊക്കെ മോഡിഫൈ ആവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കസ്റ്റം സ്ക്രീൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻഡെക്സ് കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് കൊടുക്കാം. അപ്പം ടോപ്പ് 750 കിട്ടും. അതുപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ സ്ക്രീൻസ് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആഡ് ഫിൽറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ റേഷ്യോസിൽ ഇഷ്ടംപോലെ വേറെയും റേഷ്യോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് നിങ്ങൾ സ്റ്റോക്സ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ PB റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത്. PE റേഷ്യോനേക്കാളും കൂടുതൽ. പെർഫോമൻസ് ആൻഡ് ഗ്രോത്തിൽ വേറെ കുറേ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ROE എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച സാധനമല്ലേ, അതിൻ്റെയും ഗ്രോത്ത് നോക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ROE കഴിഞ്ഞ വർഷം 20% പക്ഷേ ഈ വർഷം 15%. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. അപ്പോൾ ആ ROEയിൽ ഗ്രോത്ത് നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പല പല മെട്രിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു സ്ക്രീൻ ഉണ്ടാക്കി കുറച്ചും കൂടി വേണം ഈ സ്ക്രീൻ അടിപൊളിയാക്കാവുന്നതാണ്. ഇനി തൽക്കാലം നമ്മൾ ഇതേ സ്ക്രീൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ വന്ന എല്ലാ സ്റ്റോക്സും പോയി വാങ്ങുക എന്നല്ല. കാരണം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസിക് സ്ക്രീൻ തന്നെയാണ്, ഒരു ഫിൽട്ടർ ചെയ്ത് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിലെ 1000 സ്റ്റോക്സിൽ ഓരോന്നും പോയിട്ട് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലോ. അതിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള സ്റ്റോക്സ് നമുക്ക് കിട്ടി. ഇനി അതിൽ ഓരോന്നിനും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കൂടുതൽ ഡെപ്തിൽ നമുക്ക് പഠിക്കണം. അപ്പോൾ ആ ഒരു കാര്യം ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ പൊക്കി പറയുന്നതല്ല. ആക്ച്വലി ഇത് ഉപയോഗിച്ച് നോക്കി മനസ്സിലായി പല കാര്യങ്ങളും നമ്മൾ പല പല വെബ്സൈറ്റ്സിൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലൊറ്റ വെബ്സൈറ്റിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ തരാം. അപ്പോൾ എനിക്ക് വന്ന സ്ക്രീൻസിൽ ഈ 36 കമ്പനീസിൽ ഞാൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിസിൽ ഞാൻ സോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏറ്റവും മാർക്കറ്റ് ക്യാപ്പുള്ള, അതായത് ഏറ്റവും വലിയ കമ്പനി എനിക്ക് ഇതിൽ വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നെക്സ്റ്റ് ഈ മാരുതി സുസുക്കിനെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് കുറേ അതിൻ്റെ ഡേറ്റ കിട്ടും. അപ്പോൾ അതിൻ്റെ EPS, മാർക്കറ്റ് ക്യാപ്പ്, PE റേഷ്യോ, എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ആ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് 1 ഇയർ ഉണ്ടാക്കിയ റിട്ടേൺസ്, 6 മന്തിൽ ഉണ്ടാക്കിയ റിട്ടേൺസ് ഒക്കെ കാണാൻ പറ്റും. ഇറ്റ് ഈസ് പോസിറ്റീവ് ആണ്. അതൊരു നല്ല കാര്യം കൂടിയാണ് കേട്ടോ. കാരണം നമ്മളൊരു സ്റ്റോക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് 1 ഇയറിലും 6 മന്തിലും അത്യാവശ്യം നല്ല റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾക്കാർക്ക് അതിൽ താല്പര്യമുണ്ടെന്നാണ്. ആൾക്കാർ അത് ഡംപ് ചെയ്യല്ല, ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തോ അതിലൊരു കാര്യം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ഈ സ്റ്റോക്കിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് ഫ്യൂച്ചറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകണം. മറ്റൊരു നല്ലൊരു ഫീച്ചർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടത് അനലിസ്റ്റിൻ്റെ റേറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് മൊത്തത്തിൽ നമ്മൾ ഓൺ ആൻ ആവറേജ് അനലിസ്റ്റ്, അതായത് ഓരോ കമ്പനി ഇന്ത്യയിൽ 10-20 അനലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, മിനിമം ഫോളോ ചെയ്യുന്നുണ്ടാവും, പ്രത്യേകിച്ച് വലിയ വലിയ കമ്പനീസ് ആണെങ്കിൽ. അപ്പോൾ അവർ ആ കമ്പനീനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഒരു ബൈ അല്ലെ ഹോൾഡ് അല്ലെ സെൽ റെക്കമെൻഡേഷൻ വെക്കും. ഇവിടെ 38 അനലിസ്റ്റിൻ്റെ ആവറേജ് ആണ് നിങ്ങൾ കാണുന്നത്. അതിൽ ഓൾമോസ്റ്റ് 78% ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹോൾഡ് കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്, സെല്ല് വളരെ കുറച്ച് പേര് കൊടുത്തുള്ളൂ. ഇനി ഒബ്വിയസ്ലി അനലിസ്റ്റ് ബൈ കൊടുത്തുകൊണ്ട് നിങ്ങൾ പോയി സ്റ്റോക്ക് വാങ്ങാനൊന്നും പാടില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു സ്റ്റോക്ക് നിങ്ങൾ നോക്കി വരുമ്പോൾ ഭയങ്കര സെല്ലാണ്. ഫോർ എക്സാമ്പിൾ ഒരു 50% മുകളിൽ അനലിസ്റ്റ് ഇതിനെ സെൽ റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ അതുകൊണ്ട് വാങ്ങാതിരിക്കണമെന്നില്ല, പക്ഷേ എവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ്, അങ്ങനത്തെ സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. ഇതിനുശേഷം നിങ്ങൾ താഴേക്ക് പോയാൽ കമ്പനിയുടെ റീസെൻറ്റ് കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും കാണാൻ പറ്റും. പിയർ കമ്പാരിസൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മാരുതി സുസുക്കി പോലത്തെ ബാക്കിയുള്ള ഇന്ത്യയിലെ കാർ മാനുഫാക്ചേഴ്സിൻ്റെ അവരുടെ PE റേഷ്യോ എന്താണ്, അപ്പോൾ അവരുടെ വാല്യുവേഷൻ എന്താണ്, അവരുടെ റവന്യൂ എന്താണ്, റവന്യൂ ഗ്രോത്ത് എന്താണ്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഈ കമ്പയർ പിയേഴ്സ് ഓൺ സ്ക്രീനർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഡെപ്തിൽ കമ്പയർ ചെയ്യാം. അത് ഭയങ്കര യൂസ്ഫുൾ ആയൊരു ഫീച്ചർ എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് തോന്നിയ ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ, നിങ്ങൾക്ക് ഫോർകാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർകാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള EPS ഫോർകാസ്റ്റ്, അതായത് നെക്സ്റ്റ് ക്വാർട്ടേഴ്സിലുള്ള
ഈ അനലിസ്റ്റിൻ്റെ ഫോർകാസ്റ്റ് എന്താണ് EPS ഏർണിംഗ്സ് പെർ ഷെയർ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്, അതിൽ നെറ്റ് ഇൻകമിൻ്റെ കൊടുത്തിട്ടുണ്ട്, റവന്യൂവിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മിക്ക സ്ഥലങ്ങളിലും പെയ്ഡായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. ഞാൻ ട്രെൻഡ് ലൈനിൽ എനിക്ക് സബ്സ്ക്രിപ്ഷൻ, എനിക്കൊന്ന് വർഷം 2000 എന്നൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ് ഈ ഡേറ്റ എനിക്ക് അവിടെ കിട്ടിയത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. മാത്രമല്ല പ്രൈസിൻ്റെ ഫോർകാസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ ബ്ലൈൻഡ്ലി നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, ഇതൊക്കെ ഫോർകാസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഒബ്വിയസ്ലി ഓക്കെ സെപ്റ്റംബറിൽ ഇതായിരിക്കും റവന്യൂ അല്ലെങ്കിൽ ഇൻകം, ഇതായിരിക്കും അതിൻ്റെ അടുത്ത ക്വാർട്ടറിൽ എന്ന് നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഒബ്വിയസ്ലി ഇതിൻ്റെ മുകളിലും താഴേക്കായിട്ട് വരാം. പക്ഷേ നിങ്ങൾ കാണുകയാണ് ഒരു സ്റ്റോക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത മന്തിലെ ഫോർകാസ്റ്റുകളൊക്കെ റവന്യൂവിലും ഏർണിംഗ്സിലൊക്കെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ഓക്കെ എന്ന് വെച്ചിട്ട് സ്റ്റോക്ക് വാങ്ങണമെന്നല്ല, പക്ഷേ ഇറ്റ് ഇസ് ഓക്കെ, നല്ലൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇവിടെ പ്രൈസിൻ്റെ ഫോർകാസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 36 അനലിസ്റ്റും അവരുടെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തൊരു വർഷത്തിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മീൻ അഥവാ ആവറേജും കൊടുത്തിട്ടുണ്ട്, ഹൈയും ലോവും കൊടുത്തിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ഇത് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങാൻ പാടില്ല. പക്ഷേ നിങ്ങൾ കാണുകയാണ് ഈ ആവറേജ് തന്നെ ഇപ്പോഴത്തെ പ്രൈസിനെക്കാളും താഴെയാണെങ്കിൽ, ഈ കേസിൽ അങ്ങനെയല്ല, ആവറേജ് ആക്ച്വലി മുകളിലാണ്, പക്ഷെ അത് താഴെയാണെങ്കിൽ വീണ്ടും എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വേണ്ടി വരും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതുകൂടാതെ ഗ്രോത്ത് റേറ്റ്സ് ഓരോന്നിൻ്റെയും, ഫോർ എക്സാമ്പിൾ ROE ഗ്രോത്ത് റേറ്റ്, ഇൻകമിൻ്റെ ഗ്രോത്ത് റേറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് 1 ഇയറിന് വരെ 3 ഇയറും 5 ഇയറും ഒക്കെ കൊടുക്കാവുന്നതാണ്. ക്വാർട്ടർലി ഫിനാൻഷ്യൽ റിസൾട്ട് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് ഷീറ്റും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഇവിടെ ടാബ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്കിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫണ്ടമെന്റൽ അനാലിസിസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇതുകൂടാതെ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട കാര്യം, ഈ കമ്പനി എന്താണ് ചെയ്യുന്നത്, ഈ കമ്പനിയുടെ ഫ്യൂച്ചർ എന്താണ്, എന്തൊക്കെയാണ് ഇവരുടെ പ്ലാൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഫയലിംഗ്സിൽ പോവുക. ഇവരുടെ ലേറ്റസ്റ്റ് ഇൻവെസ്റ്റർ പ്രസന്റേഷൻ, മാത്രമല്ല ഇവരുടെ കോൺഫറൻസ് കോളിലെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺവിക്ഷൻ തോന്നുകയാണ്, ഓക്കെ ഈ കമ്പനി ഒരു ഹെൽത്തി കമ്പനിയാണ്, പാസ്റ്റ്ലി ഗ്രോയിങ് കമ്പനിയാണ്, ഫ്യൂച്ചറിലും ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയുകയാണ്, ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസോ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കാണിക്കേണ്ടത്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഭാഗത്ത് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വേണം ഈ സ്റ്റോക്സ് വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് സ്ക്രീൻ ചെയ്തെടുക്കേണ്ടതെന്നും ആ ഒരു സ്ക്രീൻ എങ്ങനെ ആക്ച്വലി പ്രാക്ടിക്കലി ഉപയോഗിക്കേണ്ടതെന്നുള്ള അതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ട് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഹൈ വാല്യൂ സ്റ്റോക്സ്, ഹൈ ക്വാളിറ്റി സ്റ്റോക്സ്, ഹൈ മൊമെന്റം സ്റ്റോക്സ് എങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കണം എന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായും കമന്റ് ബോക്സിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. വാല്യൂ ആണോ, ക്വാളിറ്റി ആണോ, മൊമെന്റം ആണോ എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഈ വീഡിയോ നമ്മൾ ഉപയോഗിച്ച ഈ സ്റ്റോക്ക് സ്കാനർ ഒരു പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഡൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും. വേറെ എക്സ്ട്രാ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും വരുന്നതല്ല. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രീ ആയിട്ട് ഈ സ്റ്റോക്ക് സ്കാനറും നിങ്ങൾക്ക് അതുവഴി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സേഫ് ഇൻവെസ്റ്റിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.